ചെറുപ്പം മുതൽക്കേ കഴിച്ചു പോരുന്ന ചില ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടായിരിക്കും. നമ്മളിപ്പോ നമ്മുടെ രീതികളൊക്കെ എല്ലാം മാറിയല്ലോ. കാരണം അടുക്കളയുടെ രീതി മാറി, അങ്ങനെല്ലാം. പിന്നെ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ ഒക്കെ മൊത്തത്തില് നമ്മളെ കാര്യങ്ങൾ മാറി. അതിൽ നിന്നൊക്കെ മാറി വന്നുവെങ്കിലും നമുക്ക് എന്നാലും നമ്മളെ പ്രത്യേകിച്ച് ആ ഒരു കുട്ടിക്കാലത്തൊക്കെ കഴിച്ചിരുന്ന ഭക്ഷണങ്ങളെ ചില ഓർമ്മകൾ ഉണ്ടായിരിക്കും. ആ ഒരു രുചി ഇപ്പോഴും പോവാതെ നമ്മളെ ആ ഒരു മനസ്സിലുണ്ടായിരിക്കും. അപ്പൊ എന്താ വെച്ചാൽ ഇന്നിപ്പോ നമ്മള് എന്നെ സംബന്ധിച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട, അത് കുട്ടിക്കാലത്ത് സ്കൂളിലൊക്കെ പഠിക്കുന്ന ആ ഒരു കാലത്ത് ഇഷ്ടപ്പെട്ടൊരു കറി, വളരെ സിമ്പിൾ ആയിട്ടൊരു കറിയാണിത്. അങ്ങനെ വലിയൊരു ഇതുള്ള കറി ഒന്നല്ല, പക്ഷെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കറിയാണിത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കായി. നമ്മൾ വ്യൂസ് വിത്ത് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെള്ളരിക്ക, ഉള്ളി, കിഴങ്ങ്, തക്കാളി, ഇതാണ് ഇപ്പോൾ ഇതിലേക്ക് വേണ്ട ചേരുവകൾ. ഇനി അരയ്ക്കാൻ വേണ്ടിയിട്ട് ഇതാ തേങ്ങ ചിരവിയത്, ചെറിയ ഉള്ളി, പിന്നെ ഇതാ കറിവേപ്പിലുണ്ട്. ഇത് നമുക്ക് വറുക്കാനാണ്, വറുത്ത് അരയ്ക്കാനാണ്. അപ്പോൾ അത് വറുത്ത് വയ്ക്കാം ആദ്യം. അപ്പോൾ അമ്മ ഏതായാലും അത് വറുക്കുകയാണ്. വറുത്തരച്ച കറി. ഇനി അതിലേക്ക് മല്ലിപ്പൊടി ചേർക്കാം. ഇത്രയും ചേർത്ത് നന്നാക്കി വറുത്തേക്കുന്നുണ്ട്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. നമുക്ക് ഇനി ഇതാ വെള്ളരിക്ക, അത് എടുത്ത് ഒക്കെ തോലി എത്തിഞ്ഞ് അത് നന്നാക്കി നുറുക്കി വെക്കണം. ഇന്നിതാണ് നമ്മളെ കറി. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു കറിയാണിത്. അന്നൊക്കെ പിന്നെ വെള്ളരിക്കൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ചെറിയ തോതിൽ നമ്മൾ വീട്ടാവശ്യത്തിനൊക്കെയുള്ള കൃഷി. ഇതിലിപ്പോൾ വെള്ളരിക്ക, ഉള്ളി, കിഴങ്ങ്, തക്കാളിയൊക്കെ ചേർക്കുന്നുണ്ടെങ്കിലും ഇനിയിപ്പോൾ അതൊന്നുമില്ലാതെ വെള്ളരിക്ക മാത്രമാണെങ്കിലും രസമാണ്. അപ്പോൾ ഒക്കെ കഴുകൽ കഴിഞ്ഞ് ഇതാ നമുക്ക് നുറുക്കാണ് വേണ്ടത്. പിന്നെ ഒരു കിഴങ്ങ് എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്കതിലേക്ക് ഉള്ളി. ഇന്നിപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇനി നമുക്ക് മീൻ വറുക്കൽ, കോഴിമുട്ട പൊരിക്കലൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അതാ വറുത്തത് ഇനിയിപ്പോൾ നമുക്ക് അരച്ചെടുക്കാണ് വേണ്ടത്. ഇനി അത് ചെയ്യാം. ഇതാ അരച്ചെടുത്തു. ഇനിയിപ്പോൾ നമ്മൾ മൺചട്ടിയിലാണ് കറി വയ്ക്കുന്നത്. മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ ചേർക്കാം. പിന്നെ ഉപ്പ് ചേർക്കാം, ആവശ്യത്തിന് വെള്ളം. അപ്പോൾ ഇത് ഇനി നമുക്ക് വേവിച്ചെടുക്കാം. അതാ വെന്ത് വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഒന്നുണ്ട് വെന്ത് വരുന്നതോട് കൂടി നമ്മൾ അതിലേക്ക് സാധാരണ പുളി അത് പിഴിഞ്ഞ് വാരുകയാണ്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ നല്ല വെന്തിട്ടുണ്ട് അരച്ചു വച്ചത് അത് ചേർത്തു. പിന്നെ കറിവേപ്പില. ഇനിയിപ്പോൾ നമുക്ക് അതിലേക്ക് ഇതാ വെളിച്ചെണ്ണയിൽ കടുകും വറ്റൽമുളകും അത് താളിച്ച് ചേർക്കണം. ഇനി ഉണക്കമാന്തൾ വറക്കുന്നുണ്ട് ഇന്ന്. അപ്പോൾ ഇതാ ഒക്കെ ഇവിടെ കഴുകി തോലൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് വറക്കാളിലേക്ക് നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി
അത് ചേർത്ത് അത് നല്ലപോലെ അങ്ങോട്ട് തിരുമ്പി വെക്കാം. ഇത് കുറച്ച് കഴിഞ്ഞിട്ടേ വറക്കുള്ളൂ. അപ്പോൾ ഏതായാലും അതൊക്കെ ഒന്ന് തിരുമ്പി വെച്ച് ഇനി അത് കഴിഞ്ഞതാ കുറച്ച് സമയം കഴിഞ്ഞ ശേഷം നമുക്കിത് വറക്കണം മീൻ. അതാ വറക്കൽ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മളിതാ ചെറിയ ഉള്ളി അത് അരിഞ്ഞത്, അതിലേക്ക് ഇതാ കോഴിമുട്ട, 2 കോഴിമുട്ടയാണ് എടുക്കുന്നത്. പിന്നെ കുരുമുളക് പൊടി, ഇത് അന്നത്തെ ഒരു രൂപം തന്നെയായിരുന്നു ഞങ്ങൾക്ക്. പിന്നെ ഉപ്പ്, ഈ കറീൻ്റെ കൂടെ തന്നെ ഈ ഒരു ഇത് അതിൽ ഉണക്കമീനല്ല, നമ്മളിപ്പോൾ ഇത് കോഴിമുട്ട വറക്കുന്നത് അതൊരു അന്നത്തെ ഒരു കോമ്പിനേഷനായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട കോമ്പിനേഷനാണ്. പ്രത്യേകിച്ച് ഇങ്ങനെ കുരുമുളകിൽ. അമ്മയ്ക്ക് പിന്നെ ചെറിയ ഉള്ളിയാണ് കുറച്ചുകൂടി ഇഷ്ടം. അന്ന് പിന്നെ വെച്ചാൽ നമ്മൾ നാടൻ കോഴിമുട്ടയാണ്. അന്നൊക്കെ ഞങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ട്, കോഴികളെ വളർത്തിയിരുന്നു. അപ്പോൾ നാടൻ കോഴിമുട്ടയായിരുന്നു അന്ന് എടുത്തിരുന്നത്. അപ്പോൾ അത് ഇവിടെ റെഡിയായി. അപ്പോൾ ഇന്നത്തെ കറീനെ പറ്റി പറയുകയാണെങ്കിൽ ചില ഞങ്ങൾ ഇപ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന ഒരു കാലം, അതായത് കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ വെച്ചാൽ മലപ്പുറം ജില്ലയിൽ മഞ്ചേരിക്ക് അടുത്ത് പന്തലൂരാണ് ഞങ്ങൾ ജനിച്ചു വളർന്നത്, ഞാനൊക്കെ ജനിച്ചു വളർന്ന ഗ്രാമം. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ സ്കൂളിൽ അന്ന് സ്കൂളിൽ കഞ്ഞിയുണ്ട്, അതുപോലെ കഞ്ഞിയും പയറുമാണ് അന്ന്. ഞങ്ങൾ കുറച്ച്, എല്ലാവരും ഒന്നും ഉണ്ടായില്ല, കുറച്ച് കുട്ടികൾ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ച് പോകുന്നവരുണ്ട്. ഉച്ചയ്ക്ക് ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഉള്ള ആ ഒരു ഇന്റർവെൽ സമയത്ത് എന്താ വെച്ചാൽ നമ്മൾ അത്യാവശ്യം നടക്കാണ്ട്, ഞാൻ ഒരുപാട് നടക്കാനും ഇല്ല. LP സ്കൂള്, UP സ്കൂള്, ഹൈസ്കൂള് ഇതൊക്കെ ഏകദേശം ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് അധികം ദൂരമല്ല, എന്നാൽ കുറച്ച് നടക്കാനൊക്കെ ഉണ്ട്. ഒരു വയൽ പാടമൊക്കെ കഴിഞ്ഞ് വേണം പോകാൻ. ഇപ്പൊ സ്കൂളിൽ നിന്ന് നേരെ വിട്ടു വരുമ്പോൾ വെച്ചാൽ നല്ല വെയിലും ചൂടുള്ള സമയം കൂടി ആകുമ്പോൾ ആ ഒരു സമയത്ത് വീട്ടിൽ വന്ന് ഊണ് കഴിച്ച് പിന്നെ തിരിച്ചു പോകുന്നു. 2 മണിയൊക്കെ ആകുമ്പോഴേക്ക് സ്കൂളിൽ തന്നെ തിരിച്ചെത്തും. അപ്പൊ ആ സമയത്ത് കഴിച്ചിരുന്ന ഒരു ഏറ്റവും ഓർമ്മയിലുള്ള കറി കൂടിയാണ് ഇപ്പൊ ഇത്. സാധാരണ നമ്മൾ സാമ്പാറൊന്നും വെക്കുന്ന പോലെയല്ലോ, കുറച്ച് ചേരുവകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടാണെങ്കിലും ഈ ഒരു രീതിയിലുള്ള കറികൾ അന്നൊക്കെ ഇത്തരത്തിലുള്ള പല കറികളും ഉണ്ടായിരുന്നു. ഇപ്പോഴൊന്നും ഇപ്പൊ ഞങ്ങൾ വേണമെങ്കിൽ വീട്ടിൽ ഇപ്പൊ അങ്ങനെയുള്ള കറികളൊന്നും അങ്ങനെ വെക്കുന്നില്ല. ആ സമയത്ത് അത് കഴിക്കുമ്പോൾ ആ ഒരു രുചി അത് നല്ല, പിന്നെ അന്ന് വിറകടുപ്പിലൊക്കെ ആയിരുന്നു അത് വെച്ചിരുന്നു, ഇന്നത്തെ പോലെ ഒന്നല്ല. അപ്പൊ അതിന്റെ ഒരു രുചി ഇപ്പോഴും ഇങ്ങനെ ഒരു ശരിക്കും പറഞ്ഞാൽ നാവിലുണ്ട് ആ രുചി. വീട്ടിൽ തന്നെ പറമ്പിൽ തന്നെ ഉണ്ടാവും അന്ന് ഈ പച്ചക്കറികളും കാര്യങ്ങളൊക്കെ. അപ്പൊ അതൊക്കെ ചേർത്തിട്ടുള്ളതാണ് അന്ന് ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ ഏതായാലും ഊണ് കഴിക്കേ, അമ്മയ്ക്ക് ചോറ് കൊടുക്കാം. ഇനി നമ്മളെ കറി, പിന്നെ കോഴിമുട്ട വറുത്തത്, അങ്ങനെ ഉപ്പേരി പോലെ വറുത്തത്, പിന്നെ ഉണക്കമാന്തൽ വറുത്തതും. അപ്പം അങ്ങനെയാണ് ഇപ്പോൾ ഇന്നത്തെ ഊണ് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഏറെക്കുറെ ആ ഒരു പഴയ രുചി ഉണ്ട്. പണ്ടും കഞ്ഞിനെ കറി വയ്ക്കുക ഓർമ്മയില്ലേ? അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കായി. നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം.